ഇപ്പൊ കണക്ക് പറയുന്നത് ഏതാണ്ട് 70 മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ്. പൂർണ്ണമല്ല, കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരടുപ്പെങ്കിലുമുണ്ട്. എത്ര ആയിരം അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായില്ല. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കും. എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത്? എല്ലാവരും ഭക്തിപൂർവം ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിനാണ് വരുന്നത്. ദിവ്യ സ്നാൻ എന്നാണ് അതിന് പറയുന്നത്. അതിനുവേണ്ടി വന്നതാണ്. അവർക്ക് 60 ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ 60-70 കോടി വന്നു, ഒരാൾ ഒരു ദിവസം 1000 രൂപ വെച്ച് ചെലവാക്കാതെ അവിടെ പറ്റുമോ? അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന വള്ള സൗകര്യങ്ങൾ, ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത്? 30 കോടിയാണ് സമ്പാദിച്ചത്. ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് UPയുടെ ഒരു GDP ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ GDPയിലേക്കാണ് വന്നു ചേരുന്നത്. രാജ്യത്ത് വിവിധ മതക്കാർ, ആചാരക്കാർ അവരെല്ലാം ആ ചോറുണ്ണാൻ പോവുകയാണ്. അതിനെ നിന്ദിക്കുന്നവർക്ക് അവരുടെ DNA-യിലെങ്കിലും ഇത്തിരി ലജ്ജ വേണം. അത്രേ ഉള്ളൂ. ഇതെല്ലാം പ്രാർത്ഥനയാണ്. പൊങ്കാലയും പ്രാർത്ഥനയാണ്. തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ ഇപ്പോഴും ആയിട്ടില്ല. അതിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തേണ്ടതല്ലേ? സംവിധാനം എന്താണെന്ന് പഠിക്കൂ. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്താണെന്ന് പഠിക്കൂ. അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് തൊഴിലാളികൾ എന്തോ പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? ഉന്നം വെച്ച് ചോദിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആവശ്യമാണ്. സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരെടുത്ത് പറയും പ്രഖ്യാപിക്കാൻ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാരല്ലേ പറഞ്ഞേക്കും. സിക്കിം